അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ബിസ്മി സൈദൽവിയാണ്. പ്രിയപ്പെട്ട ഹബീബുകൾ, ഇന്ന് നമ്മളുള്ളത് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിൽ അമ്പലപ്പാറ ടൗണാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു ടൗണിൻ്റെ അവിടുന്ന് കറക്റ്റ് 1.5 കിലോമീറ്ററിലാണ് ഇന്ന് കാണാനുള്ള വീട്. അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ടാണ് നമ്മൾ 9.25 ലക്ഷം ഉറുപ്യ ഈ വീടിനും 10 സെൻറ്റ് സ്ഥലത്തിനും വിലയിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതൊരു ടൗണാണ്. അമ്പലപ്പാറ ടൗണിൽ എല്ലാ സൗകര്യവും ഉണ്ട്. നല്ല വലിയൊരു ടൗണാണ്. മാത്രമല്ല ഇവിടുന്ന് കറക്റ്റ് 1.5 കിലോമീറ്ററാണ്. ഇത് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡാണ് കേട്ടോ. ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡാണ്. അപ്പോൾ ഈ ടൗണിൽ നമുക്ക് കറക്റ്റ് പോകേണ്ട ദൂരം പറഞ്ഞു കഴിഞ്ഞു, 1.5 കിലോമീറ്റർ. അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുണ്ട്. പള്ളി ആണെങ്കിൽ കാണുന്നു, മദ്രസ ഉണ്ട്, സ്കൂളുണ്ട്, അംഗനവാടി ഉണ്ട്, വില്ലേജ് ഉണ്ട്, അതേമാതിരി പഞ്ചായത്തുണ്ട്. എല്ലാം ഈ ടൗണിനടുത്താണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖം നമ്മൾ കാണാൻ പോണതോ 10.5 സെൻറ്റ് സ്ഥലവും 700 സ്ക്വയർ ഫീറ്റ് വീട്, 2 ബെഡ്റൂം, നല്ല സൗകര്യമുള്ളത്. അപ്പോൾ പോയിട്ട് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കിടക്കാം. പ്രിയപ്പെട്ടവരെ, അമ്പലപ്പാറന്ന് വരുന്ന റോഡ് 4 പുറം വീടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടിട്ടാ. ഈ റോഡിൽ നിന്ന് നമുക്കൊരു 30 മീറ്റർ എന്ത് ചെയ്യണം, ഇതാ ഈ വഴിക്ക് ഇങ്ങനെ പോകണം. അപ്പോൾ ഈ വീടിൻ്റെ നേരെ ബാക്കിലായിട്ടാണ്. അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ വീടുകളാണ്. ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള വഴിയേ ഉള്ളൂ. അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, ഇതാണ് നമ്മുടെ വരുന്ന വഴി. റോഡിൽ നിന്ന് ടാറിങ് റോഡിൽ നിന്ന് വരുന്ന വഴിയാണ്. നമുക്കിവിടെ ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ചെറിയ മാരുതി കാറിന് വരാനുള്ള വീതിയുള്ളൂ ഈ വഴി. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വില കമ്മി. കണ്ടോ, നിറയെ വീടുകളുള്ള ഏരിയയാണ്, 4 പുറം വീടുകളുള്ള ഏരിയയാണ്. അപ്പോൾ വഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കാണാം, ഇതാ ഇവിടെ വരുന്നവിടെ തന്നെ നമുക്ക് നല്ലൊരു പ്ലാവ് കണ്ടോ. ഇതിലാണ് പ്ലാവ് എന്ന് പറയുന്നത്. പ്ലാവുണ്ട്, തെയ്യുണ്ട്, രണ്ടുമുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലും വീടാണ്. 4 പുറം കോമ്പൗണ്ട് തിരിച്ചിട്ട് കമ്പി വേരിയിട്ടുണ്ട് കേട്ടോ. 10.5 സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ. എത്രയാണ് പറയണത്? 10ൻ്റെ മുകളിൽ 10.5 സെൻറ്റ് സ്ഥലമുണ്ട് കണ്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം. ഇതാ ഇങ്ങനെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. 4 പുറം കമ്പിവേരി വളരെ ഉഷാറായിട്ട് കെട്ടിയിട്ടുണ്ട്. മാത്രമല്ല 2-3 തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഫുള്ള് കാണിച്ചു കൊടുത്താൽ, ഈ ഭാഗത്ത് കാണിച്ചു കൊടുത്താൽ നല്ലൊരു മിറ്റം, വിശാലമായ നല്ലൊരു മിറ്റം. അതുപോലെ തന്നെ നമ്മുടെ വീട് കണ്ടില്ലേ, 2 ബെഡ്റൂമുണ്ട്, സൂപ്പർ ബെഡ്റൂം. അതിൻ്റെ പുറമെ ഓപ്പൺ കിണർ, വെള്ളം, പൈപ്പ് ലൈൻ വെള്ളം, സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. 10 ലക്ഷം ഉറുപ്പ്യക്ക് താഴെ തന്നെ പറയാം. എന്തെങ്കിലും കമ്മിയാക്കി തരാം. ഒരു 9.25 തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ്ട് തരാം കേട്ടോ. കേട്ടോ, കാണണം എൻ്റെ ഹബീബിങ്ങളെ. കിണറൊക്കെ കാണണം. അങ്ങനെ ആൽമറ അങ്ങനെ കെട്ടിയിട്ട് എന്താണ് ഇതാ ഈ ബാക്ക് സൈഡ് കാണിച്ചു കൊടുത്താൽ. ഈ കിണറൊന്ന് കാണിച്ചു കൊടുക്കുകയും നല്ല വെള്ളം ഇട്ടാ, വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. അതിൻ്റെ പുറമെ പൈപ്പ് ലൈൻ ഉണ്ട് കണ്ടോ. വീടിൻ്റെ ബാക്കിൽ ഷെഡ് ഉണ്ട്. ഇതൊക്കെ ഇതിൽപ്പെട്ട സ്ഥലമാണ്. ഇതാ കിണർ, ഇഷ്ടംപോലെ വെള്ളം കണ്ടില്ലേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇനി നമുക്ക് ധ്യേനോട് പോകാം. നിങ്ങൾക്ക് എന്താ ഈ ബാക്ക് സൈഡും ഒക്കെ ഒന്ന് കാണാം. ഇതാ ഇതേ വന്ന കുഞ്ഞോ, ഇതിലുണ്ട് വരിക. ഇതിലുണ്ട് വന്ന ബാക്ക് സൈഡായി. ഇവിടെ നമുക്ക് അതിരുകളും മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഇതാ ഇങ്ങനെ വരിക. ഇതാണ് അടുക്കളയുടെ ഭാഗട്ടാ. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഹബീബിങ്ങളെ കാണണങ്ങൾ കണ്ടോ. ബാക്ക് സൈഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡ് പറഞ്ഞാൽ 1.5 കണ്ടോ. എന്താ നിങ്ങളോട് പറയാം. 10.5 സെൻറ്റ് സ്ഥലമായി വീടുമ്പാട് നിങ്ങൾക്ക് കിട്ടാൻ പോണത് 9.25 ലക്ഷം ഉറുപ്പ്യക്ക്. കണ്ടില്ലേ നിങ്ങൾ. ഇനി എന്തെങ്കിലും ചെറിയ നെഗോഷ്യബിളൊക്കെ ആക്കി തരട്ടോ. വലിയൊരു നെഗോഷ്യബിളൊന്നുമില്ല. കാരണം എന്താ പറയുക, ഇത് ടൗണിൻ്റെ അടുത്താണ്, സൗകര്യങ്ങളുള്ള ഏരിയയാണ് ആണോ. അമ്പലപ്പാറ ടൗണിൽ നിന്ന് കറക്റ്റ് 1.5 കിലോമീറ്ററാണ്. ആ 1.5 കിലോമീറ്ററിലാണ് നമ്മുടെ ടൗണുള്ളത്. പഞ്ചായത്തിൻ്റെ അവിടെ, പഞ്ചായത്തിലേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇതാ ഇത് വരെ അല്ലേ മുന്നിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കണം ആണോ. വീട് കാണിച്ചു കൊടുത്താൽ എന്താ വീട്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ്, അല്ല പടിഞ്ഞാട്ട്. പലവരും ചോദിക്കാറുണ്ട് വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്നുള്ളത്. ഇതാ ഒരു സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ലൊരു സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക. നല്ല ടൈൽസ് ഇട്ടിട്ട് എല്ലാ ഭാഗവും വളരെ ക്ലിയറാണ്. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം. എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരുതാടാ നല്ല ടൈൽസ് കട്ടിലുകൾ, നല്ല ജനൽപ്പാളി, സൂപ്പർ. ഇതാ അടിയിലത്തെ ടൈൽസ്. ഇനിതാ ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഡോർന്ന് കാണിച്ചു കൊടുക്കുകയും
പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ, എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ താഴ്ഭാഗമൊക്കെ നമുക്ക് ടൈൽസ് ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല വലിയൊരു ഹാളാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല വിശാലമായ ഹാള്. ഈ ഹാളിൽ നിന്നാണ് ബെഡ്റൂം 2 ഇത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. കാരണം ഹബീബികളെ, അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കണം നിങ്ങൾ, നല്ല ഭംഗിയുണ്ട്. ആ ബാത്റൂം തന്നെ കാണാൻ എന്തൊരു രസമാണ്, എന്തൊരു വൃത്തിയാണ്, എന്തൊരു ഭംഗിയാണ് കേട്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾക്ക് വരുന്നവർക്ക് താമസിക്കാം. ഇതിൻ്റെ ഉള്ളിലൊന്നും ചെയ്യാല്ല, പുറമെ വേണമെങ്കിൽ ഒരു കോട്ട് പെയിൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം, വലിയൊരു ഹാളാണ്. ഇനി 2ാമത്തെ റൂമാണ്. ഈ 2ാമത്തെ ബെഡ്റൂം കാണുമ്പോൾ കാണണം, റൂമിൻ്റെ ഉള്ളിലൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയുണ്ട് കണ്ടോ. നല്ല വിശാലമായ പെയിൻറ്റ്, നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് 2 ബെഡ്റൂം. ഇപ്പം ഇങ്ങനെ വീടുണ്ടാക്കാനുള്ള പൈസ നിങ്ങളോട് ചോദിക്കണുള്ളൂ, സ്ഥലത്തിന് ഫ്രീ ആണ് കേട്ടോ. ഇനി അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് കിച്ചണിലേക്ക് പോകണം, വർക്ക് ഏരിയയിലേക്ക് പോകണം. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിങ്ങളും ഇത് ഷെയർ ചെയ്യണം. 10 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഈ മുതൽ കിട്ടാൻ പോകുന്നത്, 9.25 ലക്ഷത്തിന്. ഇതാണ് കിച്ചൺ കണ്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, വാഷ് ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. കിച്ചനാണ്. ഇനി നമുക്ക് വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയുടെ ഭാഗത്ത് നമ്മൾ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല വിശാലമായ സ്ഥലം ഉണ്ട് കേട്ടോ, നല്ല വലിയൊരു വർക്ക് ഏരിയയാണ് കണ്ടോ. അപ്പോൾ ഒരു സാധാരണക്കാർക്ക് വന്നിട്ട് താമസിക്കാൻ പറ്റുന്ന ഇതാണ്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ടാവുമെന്ന് കാണിച്ചു കൊടുക്കുക. ഒരു കോമൺ ബാത്റൂം അവിടെയുണ്ട് കണ്ടോ. അപ്പോൾ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഇനി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പോരി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നിങ്ങൾ വീട് കണ്ടു, ഇതിൻ്റെ പരിസരം കണ്ടു, ഇതിൻ്റെ ടൗണ് കണ്ടു. ഒറ്റപ്പാലം താലൂക്കിലാണ്, അമ്പലപ്പാറ പഞ്ചായത്തിലാണ്, അമ്പലപ്പാറ ടൗണിലാണ്. അമ്പലപ്പാറ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 1.5 കിലോമീറ്ററാണ്. നമ്മുടെ പഞ്ചായത്തിലേക്കും മറ്റുള്ള വില്ലേജിലേക്കൊക്കെ ദൂരം വരുന്നത് 1 കിലോമീറ്ററാണ്. സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. നമുക്ക് ഒറ്റ സൗകര്യക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വാഹനത്തിന് ഇവിടേക്ക് വരാനുള്ള സൗകര്യമില്ല. പക്ഷേ വലിയൊരു വാഹനം വരികയാണെങ്കിൽ അതിൻ്റെ ഡബിൾ അതിൻ്റെ വില, അതും കൂടി മനസ്സിലാക്കണം. ഇതൊരു ഓട്ടോറിക്ഷക്കൊക്കെ വരാനുള്ള വീതി വിസ്താരം സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് 2-3 തെങ്ങുണ്ട്, പ്ലാവുണ്ട്, മറ്റ് വീട്ടിലേക്കുള്ള മാവ് മറ്റങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, ഇതിൻ്റെ പേപ്പറാണത്, ഡോക്യുമെൻറ്റ്സ്. ഇത് ജമ്മൻ തീര ആധാരമാണ്. ജമ്മൻ തീര ആധാരം മാത്രമല്ല, നികുതി അടിച്ചതിൻ്റെ 10.5 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. ഇതിൽ കാണുന്നത് 10.5 സെൻറ്റ് നികുതിയിൽ. ഇനി അത് ഒന്നും നോക്കട്ടെ, ഞങ്ങൾ ഇവിടെ വന്ന് അളന്നിട്ടുണ്ടോ നോക്കിക്കോളി. അപ്പോൾ 10.5 സെൻറ്റ് എന്തായാലും ഇപ്പോൾ ഇതിൽ ഇല്ലാതെ നമ്മളിതിൽ വില്ലേജിൽ നിന്ന് കൊടുക്കുമല്ലോ. അപ്പോൾ സ്ഥലമുണ്ട്, കാണുമ്പോഴും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 10.5 സെൻറ്റ് സ്ഥലം, ഈ കാണുന്ന വീട് എങ്ങനെ പോയാലും ഒരു 650-700 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. കാരണം 2 ബെഡ്റൂം, വലിയൊരു ഹാളാണ്, 700 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഇപ്പം ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ആ പറഞ്ഞ പൈസ കൊടുക്കും. മാത്രമല്ല ഓപ്പൺ കിണർ, വെള്ളം, സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ചോദിക്കുന്നത് ഇതിന് 12 ആയിരുന്നു. പക്ഷെ നമ്മൾ സംസാരിച്ചു 9.25 ലക്ഷം ഉറുപ്പ്യക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ ഓണർ. അപ്പോൾ ഇതിന് നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് എൻ്റെ ഓഫീസിൽ വരിക, കാണിച്ചു തരും. കാരണം ഇതിൻ്റെ പാർട്ടികൾ ഇവിടെ ഇല്ല, അവർ ലോങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അവിടെ തന്നു പോയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുള്ള ചാവിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നു പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാനും തുറക്കാനും കാണിച്ചു തരാനൊക്കെ നമ്മളിവിടെ ഓഫീസിൽ സ്റ്റാഫുകളുണ്ടാവും. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികൾ, ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്ന് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെയിൻ്റ് അടിയൊക്കെ വൃത്തിയുണ്ട്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിത്യോപയോഗ സാരം മേടിക്കുക, നിങ്ങൾ വരിക, താമസിക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക. ഇത് വിൽക്കൽ അർജൻറ്റ് ആയതുകൊണ്ടാണ് ഈ വിലക്ക്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി. ഇനി 9.25 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുകും. മഹസ്സലാമ.